കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു വെല്ലുവിളിക്കായി ഇറങ്ങുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈയിനെതിരെ നേടിയ വിജയത്തിന്റെ ആത്മവിശ്വാസവും ആവേശവും ഒക്കെ കെട്ടടങ്ങും മുമ്പ് മറ്റൊരു ബിഗ് ചാലഞ്ച്. FC ഗോവയാണ് എതിരാളികൾ. കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിലാണ് പോരാട്ടം. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഈ ഒരു വിന്നിംഗ് മൊമെന്റം കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിലവിൽ പോയിന്റ് ടേബിളിൽ 9ാം സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് മുന്നോട്ട് വരണമെങ്കിൽ തുടർ വിജയങ്ങൾ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഹോം അഡ്വാൻറ്റേജ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഇനി വരുന്ന 2 മത്സരങ്ങളും ഏവേ പോരാട്ടങ്ങളാണ്. ബംഗളൂരുവും പിന്നെ മോഹൻ ബഗാനുമാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫോം വിജയം തുടർന്ന് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ മിക്കേൽ സ്റ്റാറയുടെ ടീമിന് അത് ഒരുപാട് ഗുണം ചെയ്യും. പിന്നെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ മത്സരത്തിലെ ആ ഒരു വിജയം, കാരണം ഒരുപാട് നാളായി ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഒരു ടീം എഫേർട്ട് നമ്മൾ കണ്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ടീം എഫേർട്ടാണ് ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടത്. ടീം എഫേർട്ട് എന്ന് പറഞ്ഞാൽ ടീം വർക്കോടെ കളിച്ചു. എല്ലാവരും ഒത്തിണക്കത്തോടെ ഒത്തൊരുമിച്ച് കളിച്ച ഒരു മത്സരമായിരുന്നു ചെന്നൈയിനെതിരെ. അതിന്റെ റിസൾട്ട് തന്നെയായിരുന്നു ആ 3-0 തകർപ്പൻ വിജയം. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും, അതായത് എല്ലാ മേഖലയിലും നല്ല രീതിയിൽ എക്സൽ ചെയ്ത് കളിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു. പിന്നെ ഇതിൽ ഒരുപാട് പോസിറ്റിവിറ്റി ഉണ്ട്. ഒന്ന്, അഡ്രിയാൻ ലൂണ, നമ്മുടെ ക്യാപ്റ്റനും മിഡ്ഫീൽഡ് മജീഷ്യനുമായ ക്രിയേറ്റീവ് ജീനിയസ് ആയ ലൂണയുടെ ഒരു തിരിച്ചുവരവാണ്. ലൂണ കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈയിനെതിരെ വളരെ ആവേശത്തോടെ ആസ്വദിച്ച് കളിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്ന ഒരു ഗോളിന്റെ അസിസ്റ്റും പിന്നെ അതുകൂടാതെ മറ്റൊരു പ്രീ അസിസ്റ്റും അദ്ദേഹത്തിന് നൽകാൻ സാധിച്ചു. അതിനുപരിയായിട്ട് ടീമിന്റെ ടോട്ടൽ അറ്റാക്കിന്റെ ഒരു കൺട്രോൾ അദ്ദേഹത്തിന് ഏറ്റെടുക്കാൻ സാധിച്ചു. അതിനൊപ്പം തന്നെ മികച്ച ഫോമിൽ കളിക്കുന്ന നോഹയും ജീസസ് ഹിമിനസും നമുക്ക് വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. ജീസസ് ഹിമിനസ് ഇപ്പം എല്ലാ മത്സരങ്ങളിലും സ്കോർ ചെയ്തുകൊണ്ടിരിക്കുക. നിലവിൽ 9 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളുകൾ ഇതിനകം ഹിമിനസ് നേടിക്കഴിഞ്ഞു. പിന്നെ നോഹയാണെങ്കിലും കഴിഞ്ഞ മത്സരത്തിൽ ശരിക്കും വലിയ രീതിയിൽ ആ ലെഫ്റ്റ് വിങ്ങിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള അറ്റാക്കുകളാണ് നോഹ നടത്തിയത്. നോഹയുടെ ഒരു സെൽഫ്ലെസ്നെസ് ഒക്കെ നമുക്ക് അറിയാം. കഴിഞ്ഞ മത്സരത്തിൽ KP രാഹുലിന് നൽകിയ ആ ഒരു പാസൊക്കെ. അപ്പൊ നോഹ ഇപ്പോൾ ഒരു ഗോളും ഒരു അസിസ്റ്റുമായിട്ട് കഴിഞ്ഞ മത്സരത്തിൽ ശരിക്കും തിളങ്ങി. പിന്നെ രാഹുലിനെ പോലെയുള്ള പ്ലെയേഴ്സൊക്കെ വീണ്ടും ഫോമിലേക്ക് എത്തിയിരിക്കുന്നു. സച്ചിൻ സുരേഷ് ഗോൾ കീപ്പറായിട്ട് വന്ന് നല്ലൊരു തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു. പിന്നെ ഡിഫൻസിലാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ കാണുന്നു. പഴയ അതായത് കഴിഞ്ഞ മത്സരങ്ങളൊക്കെ കണ്ട ആ ഒരു ആലസ്യമൊക്കെ പോയി എല്ലാവരും വളരെ ഒരു സെൻസ് ഓഫ് അർജൻസിയോടെ കളിക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെ മിഡ്ഫീൽഡിൽ വിപിൻ മോഹനും ഫ്രെഡിയും നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. പിന്നെ കോറു സിംഗിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. തുടർച്ചയായുള്ള 2ാമത്തെ മത്സരത്തിലൊക്കെ അസിസ്റ്റ് നൽകി ആ രീതിയിൽ ഒരു കോൺട്രിബ്യൂഷൻ നടത്തുന്നു. പിന്നെ ബാക്കപ്പ് ആണെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ ബാക്കപ്പ് പ്ലേയേഴ്സ് ഒക്കെ ഏതാണ്ട് സെറ്റായി വരുന്നു. പ്രബീർ ദാസ് റെഡിയാണെന്ന് കേൾക്കുന്നു. പിന്നെ അതുകൂടാതെ തന്നെ ഐബാൻ ഡോഹ്ലിംഗ്, നിഷാൻ പണ്ഡിത മിക്കവാറും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരം താരങ്ങളൊക്കെ വരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഡെപ്ത് കൂട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് മിക്കേൽ സ്റ്റാർ എന്നുള്ള കോച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു കോച്ചാണ്. അപ്പൊ അദ്ദേഹത്തിന് സെക്കൻഡ് ഹാഫിന് ശേഷം ഒരു ഫ്രഷ് ലെഗ്സിനെ കൂടുതൽ ഇറക്കി ആ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പിന്നെ പെപ്രയുടെ ഒരു സാന്നിധ്യം കൂടെ ഇതിന്റെ കൂടെ എടുത്ത് പറയണം. ഗോവയ്ക്കെതിരെ വലിയ മാറ്റമൊന്നും കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് വലിയ മാറ്റമൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട ടീമിന്റെ കാര്യത്തിൽ. കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങിയ അതേ 11 തന്നെ ഇറങ്ങാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. 4-2-3-1 എന്നുള്ള ഫോർമേഷനിൽ തന്നെയായിരിക്കും മിക്കേൽ സ്റ്റാറെ ബ്ലാസ്റ്റേഴ്സിനെ ഇറക്കുക. പിന്നെ ചിലപ്പോൾ സെൻട്രൽ ബാക്ക് എന്നുള്ള രീതിയിൽ മിലോസിന് പകരം കൊയ്ഫ് വരാനുള്ളൊരു സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും ആ രീതിയിൽ തന്നെ വലിയ മാറ്റങ്ങളില്ലാതെ മുന്നോട്ട് പോകാനാണ് സാധ്യത. അപ്പൊ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഒരു ഹൈ നോട്ടിൽ തന്നെയാണ്. അപ്പം ഒരു ആലസ്യം വെടിഞ്ഞ് ഒന്നും കൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് മാത്രമാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് FC ഗോവ കുറച്ചും കൂടെ കരുത്തരായിട്ട് നല്ല രീതിയിൽ കളിക്കുന്ന ടീമാണ്. പ്രത്യേകിച്ച് അവർ അവസാന 3 മത്സരങ്ങളിൽ മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അവസാനം 3 മത്സരങ്ങളിൽ ഒന്നിൽ പോലും അവർ പരാജയപ്പെട്ടിട്ടില്ല. ചെന്നൈയിനെതിരെ 3-3 സമനില. അതിനുശേഷം ബംഗളൂരു FCയെ 3-0 അവർ തകർത്തത്, കരുത്തരായ ടീമിനെ. പിന്നെ അതിനുശേഷം ഏറ്റവും ഒടുവിൽ നടന്ന മത്സരത്തിൽ നന്നായി കളിക്കുന്ന പഞ്ചാബിനെ 2-1 പരാജയപ്പെടുത്താനും മനോലോ മാർക്കോസ് പരിശീലിപ്പിക്കുന്ന FC ഗോവയ്ക്ക് സാധിച്ചു. മാർക്കോസിനെ നമുക്കറിയാം, ഇന്ത്യയുടെ പരിശീലക ചുമതലയുള്ള കോച്ചാണ്. അദ്ദേഹം തന്നെയാണ് ഗോവയുടെയും ചുമതല. സ്പാനിഷ് കോച്ചാണ്. ISL കുറിച്ച് നന്നായിട്ട് എക്സ്പീരിയൻസ് ഉള്ള കേരള ബ്ലാസ്റ്റേഴ്സിനെയൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരു കോച്ചാണ് അദ്ദേഹം. ആ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കറക്റ്റായിട്ട് പറഞ്ഞു, വലിയൊരു വെല്ലുവിളിയാണ് ബ്ലാസ്റ്റേഴ്സിനെ എതിരെ നേരിടുക എന്നുള്ളത്, അതും കൊച്ചി. അപ്പൊ എന്തായാലും ആ രീതിയിൽ അവരും വളരെ ഗൗരവത്തോടെ തന്നെയായിരിക്കും ഈ ഒരു മത്സരത്തെ കാണുന്നത്. അപ്പൊ എന്തായാലും നല്ലൊരു മത്സരം തന്നെയായിരിക്കും. പിന്നെ ഗോവയെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്വാളിറ്റിയായ ഒരുപാട് താരങ്ങളുള്ള ടീം തന്നെയാണ് ഗോവ. ഗോവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഐക്കർ ഗൊരച്ചേനയാണ്. ഗൊരച്ചേന അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്, ഒരു ക്രിയേറ്റീവ് പ്ലെയർ ആണ്, പ്ലേ മേക്കർ എന്നുള്ള രീതിയിലൊക്കെ എക്സൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. അദ്ദേഹത്തിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ISL മുമ്പ് ഗോവയ്ക്ക് വേണ്ടി കളിച്ച പ്ലെയർ ആണ്. അപ്പോൾ അതിനുശേഷം കുറച്ചു കാലം മുംബൈക്ക് വേണ്ടി കളിച്ചിരുന്നു. ഇപ്പം വീണ്ടും ഗോവയുടെ പാളയത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബ് FCക്കെതിരെ സ്കോർ ചെയ്ത പ്ലെയർ കൂടിയാണ് ഐക്കർ ഗൊരച്ചേന. ഐക്കർ ഗൊരച്ചേനെ കൂടാതെ ഡ്രാസിച്ചിന്റെ സാന്നിധ്യം, സെർബിയൻ വിങ്ങറാണ്. പിന്നെ അതുകൂടാതെ അവരുടെ സ്ട്രൈക്കർ എന്ന് പറയുന്നത് അൽബാനിയൻ സ്ട്രൈക്കറായുള്ള സാദിക്കു ആണ്. സാദിക്കു
ഫൈനൽ തേർഡിൽ അത്യാവശ്യം നല്ല അപകടകാരിയാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഇന്ത്യൻ പ്ലെയറായ മുഹമ്മദ് യാസർ ഉണ്ട്. പിന്നെ ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വളരെ സുപരിചിതനായ നമ്മുടെ മുൻ ഐക്കോണിക് പ്ലെയറായ സന്ദേശ് ജിങ്കനാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട താരം. സന്ദേശ് ജിങ്കിനൊപ്പം ഒഡേയും, സ്പാനിഷ് താരമായ ഒഡേയും സെൻട്രൽ ബാക്കുകളായിട്ട് കളിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മിഡ്ഫീൽഡിലാണെങ്കിലും ഓപ്ഷൻസ് ഉണ്ട്. സാഹിൽ ടവോറെ ഉണ്ട്, ഇന്ത്യൻ പ്ലെയർ. പിന്നെ അതുകൂടാതെ തന്നെ ആയുഷ് ഛേത്രി ഉണ്ട്. ഇവരെല്ലാം നല്ല പ്ലെയേഴ്സാണ്, അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന പ്ലെയേഴ്സാണ്. പിന്നെ അതുകൂടാതെ തന്നെ കാൾ മഗ്യുവിനെ പോലുള്ള വിദേശ താരങ്ങളുടെ ഒരു ബാക്കപ്പ് കൂടി FC ഗോവയ്ക്കുണ്ട്. അപ്പോൾ എന്തായാലും ഗോവയെ നമുക്കൊരിക്കലും ഒരു ചെറിയ ടീമായിട്ട് കാണാൻ പറ്റില്ല. എന്നാൽ നിലവിലൊരു ഫോം വെച്ച് നമ്മൾ ഏറ്റുമുട്ടുകയാണെങ്കിൽ, നമ്മുടെ ഒരു പോസിറ്റീവായുള്ള ഒരു സ്വാഭാവികമായ ഗെയിം പുറത്തെടുക്കുകയാണെങ്കിൽ കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിൽ ഒരു മികച്ച പെർഫോമൻസ് തന്നെ ബ്ലാസ്റ്റേഴ്സിന് കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.